സദ്യ സ്റ്റൈലിൽ ഒരു സാമ്പാവ് ഉണ്ടാക്കിയാലോ, അതും സാമ്പാവ് പൊടി ചേർക്കാതെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാമ്പാവ് പൊടി ചേർക്കാതെ സാമ്പാവ് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. എന്നാൽ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വീട്ടിലുള്ള എല്ലാവരോടും ഒന്ന് അഭിപ്രായം ചോദിച്ചോളൂ. അവരെന്തായാലും അടിപൊളിയെന്ന് പറയട്ടാം. അപ്പോൾ അതിന് ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. വലിയൊരു സവാള, ചെറിയുള്ളി, തക്കാളി, ചേന, ഉരുളക്കിഴങ്ങ് ഇത്രയും കഷ്ണങ്ങളാട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് നമുക്ക് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കഷ്ണങ്ങൾ വെന്തതിന് ശേഷമാട്ടോ ഇതിലേക്ക് കായം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക, പുളിവെള്ളം, ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർക്കാം. എന്നിട്ട് അത് അവിടെ നിന്ന് വേവട്ടോ. ആ നേരം കൊണ്ട് അരപ്പിനുള്ളത് നോക്കാം കേട്ടോ. ഒരു പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കടുക്, നല്ല ജീരകം, പെരുംജീരകം, കുരുമുളക്, ഉഴുന്ന്, ഉലുവ, പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കത് നല്ല പോലെ അങ്ങ് അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള നമ്മളെ കഷ്ണങ്ങളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കടുകും വറ്റൽമുളകും താളിച്ച് ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റാട്ടോ. ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. പിന്നീട് നിങ്ങൾ ഇതുപോലെ കേട്ടോ സാമ്പാവ് വെക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.